ഗൈസ്, ഇതാണ് ബീത്തി പത്തേൽ. ഇത് നിങ്ങൾ തിന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ബീത്തി പത്തേൽ. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങൾ ഫുള്ളും കാണണം. എന്നിട്ട് പറ്റുമെങ്കിൽ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഓക്കെ, കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണേ. കുറച്ച് മഞ്ഞളുടെ പൊടി, ഉപ്പ്, മഞ്ഞളുടെ പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക്, ഇഞ്ചി, പച്ചമുളക് ചതക്കിയത്, ചതക്കിയത്, കുറച്ച് മസാലപ്പൊടി ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് കുഴക്കുക. ഒരു അരമണിക്കൂർ ഇത് സെറ്റാൻ വേണ്ടി വെക്കുക. ഇനി ഇത് പൊരിക്കണം. നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി വെക്കാം. ഉള്ളി 4 ഉള്ളി അരിഞ്ഞെടുക്കുക, ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ പൊരിക്കാം. എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ച് ഇനി ഉള്ളിയും വാട്ടിയെടുക്കണം. ഉള്ളിയും അതിന് ഒരു സൈഡിൽ ചിക്കൻ, രണ്ടും ഒരേ സമയത്താകുമ്പോൾ എളുപ്പം നമുക്ക് പണി കഴിഞ്ഞ് കിട്ടും. ഉള്ളി മുഴുവനായിട്ട് നമുക്ക് എണ്ണയിലിട്ട് വാട്ടിയെടുക്കണം. ചിക്കത്തിന് ഉപ്പും ഇടണം. അത് പെട്ടെന്ന് നമുക്ക് ഉള്ളി വാടിയെടുക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രമേ ഉപ്പ് ഇടാൻ പാടുള്ളൂ. ഓവറായി പോകും. ഇളക്കി കൊടുക്കുക. ഇത് വാടി സെറ്റായി വരുന്നേരം വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് സെറ്റായി വരുന്നേരം കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു സൈഡിൽ ചിക്കൻ സെറ്റാക്കി എടുക്കാം, മറു സൈഡിൽ ഉള്ളിയും സെറ്റാക്കി എടുക്കാം. പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ഉള്ളി, പിന്നെ നല്ല ജീരകം, പെരിഞ്ജീരകം, കുറച്ച് നമ്മൾ പൊതിർത്തി വെച്ച ചോറും വേണം. ഒരു മുറി തേങ്ങയും പിന്നെ ഒരു നുള്ളി ഉപ്പും. ഇത് നല്ലോണം മിക്സാക്കി എടുക്കണം. അരിച്ചെടുക്കുക. നല്ലോണം ഉള്ളി എടുത്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഇതേപോലെ ഇറച്ചി നല്ല ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഇഞ്ചിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് കൂടി ഇതിലിട്ടിട്ട് നല്ലോണം മിക്സാക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി. നല്ലോണം മിക്സാക്കി എടുക്കുക. മാറ്റി വെച്ച ചിക്കൻ, ഈ അരിഞ്ഞ് വെച്ച ചിക്കൻ എന്ത് ചെയ്യുക, നല്ലോണം ഇത് മിക്സാക്കി എടുക്കുക. കറിവേപ്പില ആവശ്യത്തിന് ഉപയോഗിക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇതേ തന്നെ നല്ലോണം മിക്സാക്കി എടുക്കുക. സെറ്റായി വന്നിട്ടുണ്ട്. അടമ്പ് സെറ്റാക്കി എടുക്കാം. ഇതിലാണ് നമുക്ക് ഈ പത്തിൽ സെറ്റാക്കി എടുക്കുന്നത്. നേരം ഇത് അടുപ്പത്ത് തീ ഓണാക്കിയിട്ട് വേവിക്കണം. എന്നുവെച്ചാൽ ഇത് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷമാണ് ഇതിൽ പത്തിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അടച്ചമ്പിൻ്റെ പാത്രത്തിൽ നെയ്വാർന്ന് സെറ്റാക്കി എടുക്കുക. ഉള്ളിലുള്ള എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യണ്ടേ, നമുക്ക് ഇങ്ങനെ ഒഴിച്ച് സെറ്റാക്കി എടുക്കണ്ടേ. നമ്മൾ ദോശ ഇടുന്ന പോലെ ലെയറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ വേവിച്ചെടുക്കണം. ഒരു ലെയർ വേവിച്ച് സെറ്റായി കഴിഞ്ഞിട്ട് അത് എന്നിട്ട് അടുത്ത ലെയർ ഒഴിച്ചിട്ട് സെറ്റാകും. നമ്മൾ ദോശയിൽ ഉണ്ടാക്കുന്നത് തന്നെ, പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് സെറ്റാക്കി എടുക്കണം. ഇതിന് കുറച്ച് വെയിറ്റ് ചെയ്യണം. നെയ്വാറിന് സെറ്റാക്കി എടുക്കണം. മസാല പരത്തി അതിൻ്റെ മുകളിൽ പിന്നെ അതേപോലെ അടുത്ത ലെയർ ഇതേപോലെ ഫുള്ളും എല്ലാ ഭാഗത്തും പരത്തിയെടുക്കുക. എല്ലാ ഭാഗത്തും സെറ്റാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അതേ തന്നെ വെയിറ്റ് ചെയ്യാം.
പിന്നെ അതും വെന്ത് സെറ്റായി വരണം. അതിങ്ങനെ സെറ്റായി വന്നതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, പിന്നെ അതേപോലെ നെയ്യ് പുരട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തും. എന്നാലും ഒന്നായിട്ട് അട്ടിക്കായിട്ട് കിട്ടുമ്പോൾ അതാകുമ്പോൾ ഓരോ ലെയറായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കട്ടിക്ക് കിട്ടും. ഒഴിച്ച് നേരെയാക്കി എടുക്കും. എല്ലാ ഭാഗത്തും നേരെയാക്കി എടുക്കും. എല്ലാ ഭാഗത്തും പരത്തിയെടുക്കുക. ഇതിൻ്റെ അടുത്ത ലെയർ കൂടി നമുക്ക് സെറ്റാക്കി എടുക്കണം. അതിന് ഈ പോലെ പിന്നെയും വെയിറ്റ് ചെയ്യുക. ഓരോ ലെയറായിട്ട് വെന്ത് സെറ്റായി വരുമ്പോൾ കാത്തുക. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ നെറ്റ് റെഡിയാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും. മസാല ഫുള്ളും പരത്തി സെറ്റാക്കി കൊടുക്കുക. ഒരു ലെയർ കൂടി നമുക്ക് സെറ്റാക്കി എടുക്കണം എല്ലാ ഭാഗത്തും. മസാല ഇട്ടതിൻ്റെ മുകളിൽ തന്നെ പിന്നെ ഒരു ലെയർ. നമ്മൾ നേരത്തെ ചെയ്താൽ തന്നെ മാറ്റമൊന്നുമില്ല. അങ്ങനെ എല്ലാ ഭാഗത്തും സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നേരത്തെ തന്നെ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അതേപോലെ വെയിറ്റ് ചെയ്യും. വെന്ത് സെറ്റായതിനു ശേഷം പിന്നെ ഒരു ലെയറും കൂടി നമുക്ക് സെറ്റാക്കി കൊടുക്കാം. ലെയർ എന്ന് വെച്ചാൽ ഇത് മറ്റേണ ലെയർ അല്ല, മസാല വെച്ചിട്ടുള്ള, ജസ്റ്റ് മുകളിലൊരു കവറിങ് ആയിട്ട്. അതുകൊണ്ട് ഫുള്ള് മറച്ച് സെറ്റാക്കി എടുക്കുക. ഇതിനോട് മൂടി വെക്കുക. തന്നെ ആകുമ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ സംഭവം സെറ്റാക്കുക. സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലാക്കിയാൽ ഇത് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളെ ബീത്തിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് സാധനം. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ബീത്തിപ്പത്തിൻ്റെ ഉള്ളിലുള്ളത്. ഫുള്ള് ചിക്കൻ ഇതെല്ലാം ഇട്ടിട്ട് നല്ല സ്മൂത്തി ആയിട്ടുള്ള സാധനം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഞാൻ തിന്നു നോക്കി കിടിലാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കണേ. അതിനെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ലൈക്കും പിന്നെ കമൻറ്റും പിന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക. ഓക്കെ.